ഞാൻ പൊന്നുക്കുട്ടൻ്റെ സ്കൂളിലൊരു മീറ്റിങ്ങിനായിട്ട് പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, ഒരു അമ്മയുടെ ഒരു അവസ്ഥ ഒരേപോലെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയതും അതുപോലെ തന്നെ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയതുമായിട്ടുള്ള ഒരു 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 അവസ്ഥയായിരുന്നത്. പെട്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ആ പേരൊന്നും പറയാതെ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള പണമാവട്ടെ, സമയമാവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പണമാവട്ടെ, എന്താണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടുള്ളൊരു കരങ്ങളിൽ അത് ചെന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു കാര്യത്തെ ഇപ്പോൾ വേണമെങ്കിൽ അതെന്തെങ്കിലും ആവട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കളഞ്ഞാലും പിന്നീട് നമ്മുടെ ജീവിത യാത്രയിൽ ഓരോരോ നിമിഷങ്ങളിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു അത്യാവശ്യം എല്ലായ്മ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അനർഹമായിട്ടുള്ള കൈകളിൽ പോയാൽ ആ ഒരു പണമാവട്ടെ, സഹായമാവട്ടെ, എന്താണെങ്കിലും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നുന്ന ഒരവസ്ഥ. ഇനി ബാക്കി പറയാം. എന്നോട് തന്നെ പലരും പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരാൾക്കൊരു സഹായം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അതെല്ലാവർക്കൊക്കെ ഒരുപാട് പേർക്കൊക്കെ അറിയാവുന്നതാണ്. അതൊരു ഫോണായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എന്നോട് ഒരാൾ പറയുകയുണ്ടായി. ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇതുപോലെ ഒരു എന്താ പറയുക, അത് വിളിച്ച് പറയുകയും അവരെ നാണം കെടുത്തുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് പറഞ്ഞ ആ ഒരു മൊബൈൽ ഫോൺ എത്ര പേർക്ക് നിവർത്തികേട് കൊണ്ട് അതില്ലാത്തൊരവസ്ഥയുണ്ടെന്നറിയാമോ? നിവർത്തികേട് കൊണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ പഠനാവശ്യത്തിന് അതില്ലാത്തവർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങൾ വളരെ നിസ്സാരമെന്ന് പറഞ്ഞ വെറും ഒരു അഴിഞ്ഞാട്ടത്തിന് വേണ്ടി മാത്രം എന്നിൽ നിന്നും മുതലാക്കിയ ആ ഒരു മൊബൈൽ ഫോൺ, ഒരു കൂട്ടർ എന്നിൽ നിന്നും മുതലാക്കിയിട്ടുള്ള ആ ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരമ്മയെ ഞാൻ നേരിട്ട് കണ്ടു. അവർക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? ഇങ്ങനെ ആരെങ്കിലും പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും നാളെ തരാം മറ്റന്ന് തരാമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവർക്ക് വാങ്ങിക്കൂടാ? അന്തസ്. ആ കുട്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛന് ഫോണുണ്ട്. ആ ഫോൺ നമ്പർ തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുണ്ട് ടീച്ചറിന്. പക്ഷേ അച്ഛൻ ജോലി സ്ഥലത്തായിരിക്കും. രാത്രി 10 മണിയെങ്കിലും ആകും വരുമ്പോൾ എന്നാണ് ആ അമ്മ പറഞ്ഞത്. ആൾക്കും മൊബൈൽ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഫോൺ എങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും പറ്റില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ളത് പകൽ സമയം മുതൽ തന്നെ, വൈകുന്നേരങ്ങളിലൊക്കെ മുതൽ തന്നെ ടീച്ചർ ഫോണിൽ ഗ്രൂപ്പിലിടുന്നുണ്ട്. അതപ്പോൾ ഇപ്പോൾ എൻ്റെ മോളുടെ ആണെങ്കിൽ എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, എന്നെയാണ് ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ എനിക്ക് അത് അയച്ചു തരും ടീച്ചർ. അവൾ വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നോക്കിയിട്ട് ഒരു 6 മണി കഴിയുമ്പോൾ നമ്മൾ അവളെ പഠിപ്പിച്ച് കൊടുക്കും. ടീച്ചർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അത് 2-3 സബ്ജക്റ്റിൻ്റെത് അങ്ങനെ ഉണ്ടാവും ഗ്രൂപ്പിൽ. ഇത് ആ അമ്മയ്ക്ക് അതിന് കഴിയുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് മക്കളെ. അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ജോലിയില്ല. ഹസ്ബൻഡിനുള്ള ചെറിയ വരുമാനം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആൾക്ക് മൊബൈലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിവർത്തികേട്, അതും വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ കടം പോലും തീർന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവരുടെ ടീച്ചർ പറഞ്ഞു ഇതുപോലെ അത്യാവശ്യമാണല്ലോ, ഇതെന്ത് ചെയ്യും? അപ്പം നമ്മൾ തരുന്ന വർക്കുകൾ, കുട്ടികളെ വായിപ്പിക്കാനുള്ളതൊക്കെ ടീച്ചർ ഗ്രൂപ്പിലാണ് ഇടുന്നത്. വായിപ്പിക്കാനുള്ളത് വായിച്ച് വോയിസ് അയക്കേണ്ടതുണ്ട് ടീച്ചറിന്. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നിങ്ങളെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അത് ചെയ്യാം. പക്ഷേ അച്ഛൻ വരുന്ന സമയത്ത് കുട്ടി ഉറങ്ങും. 10-10:30 സമയമാകുമ്പോൾ കുട്ടി ഉറങ്ങും. പിന്നെ അവനെ വായിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണത്. അതാണ് അമ്മ. അവർ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അവർ എഴുതി വെക്കും. അവർ വിളിച്ച് ചോദിച്ച് ബുക്കിൽ എഴുതി വെച്ച് അവരുടെ മകളെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിച്ചോളാന്ന് ടീച്ചറിനോട് പറഞ്ഞു. ഓക്കെ പറഞ്ഞു ടീച്ചർ. ഇത് എൻ്റെ കൺമുന്നിൽ നടന്ന ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം ഞാൻ ചേട്ടനോട് പറഞ്ഞു. അതാണ്. അപ്പോൾ ഈ ഒരു സംഭവം അത് വളരെ നിസ്സാരാണെന്ന് പലരും പറഞ്ഞ ഒരു സംഭവം എന്തുകൊണ്ട് അവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല? മറ്റുള്ളവരെ പറ്റിച്ച് വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് വാങ്ങിക്കാമല്ലോ. അത്യാവശ്യമായിട്ട് വാങ്ങിക്കാമല്ലോ അവർക്ക്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ലജ്ജ തോന്നുന്നു എനിക്ക് തന്നെ. എനിക്ക് അർഹതപ്പെട്ട വിഷങ്ങളായിട്ടുള്ള കുറച്ച്
വൃത്തികെട്ടവരുടെ കയ്യിൽ ആ ഒരു സഹായം പോയതിൽ ലജ്ജ തോന്നിയ ഒരു നിമിഷം. ഇത് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഒരു മനസ്സമാധാനക്കേടാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിസ്സാരമെന്ന് പറഞ്ഞവർ, ആ ഒരു ഫോണിൻ്റെ തുക നിസ്സാരമെന്ന് പറഞ്ഞവർ ഇത് കേൾക്കണം ഈ വീഡിയോ. കാരണം ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും ആ കടം വാങ്ങിയിട്ടാണെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും സഹായിക്കാനില്ലെന്ന് അവർ പറഞ്ഞു. അവരെല്ലാം നമുക്ക് വയ്യാതെ വന്ന സമയത്തൊക്കെ എല്ലാം ചെയ്തതാണ്. ഇനി ഞാൻ അവരോട് ചോദിക്കില്ല. കാരണം കടമായിട്ട് അവരോട് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കത് നൽകാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല മോളെ എന്നാണ് പറഞ്ഞത്. ഈ അമ്മ ഒരാളോട് കടം വാങ്ങിയാൽ അത് തനിക്ക് പറ്റില്ല, തിരിച്ചു കൊടുക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, എന്നോട് പറഞ്ഞ ആ ഒരു വാക്കിന് അവർക്കുള്ള കർമ്മ ഫലം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ മകളാണ് കേട്ടോ, അവരുടെ ആ മകള് വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു നിലയിലെത്തും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ദൈവത്തിൻ്റെ. അതായിരിക്കും ആ അമ്മയ്ക്കുള്ള ഫലം.